ഇത് ആപ്പിൾ വാച്ചാണ്. എങ്ങനെയാണ് ഞാൻ ഈ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെൽത്ത് ട്രാക്ക് ചെയ്യുന്നത്? ആപ്പിൾ വാച്ച് എന്നെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഞാൻ ആപ്പിൾ വാച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ആഴ്ചയേ ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സൊന്നും ഞാൻ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള ഫിറ്റ്നസിൻ്റെ നമ്പേഴ്സാണ് ആപ്പിൾ വാച്ച് ട്രാക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആപ്പിൾ വാച്ചിലും പലതരത്തിലുള്ള സ്മാർട്ട് വാച്ചസിലും നമ്മളുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാൻ പല രീതിയിലുള്ള സെൻസേഴ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ആപ്പിൾ വാച്ചിൽ നമ്മളുടെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നതും ആ ഡേറ്റ നമുക്ക് തരുന്നതും അവർ 3 റിങ്ങിൻ്റെ രൂപത്തിലാണ്. ഈ 3 റിങ്സിനെയാണ് ആക്ടിവിറ്റി റിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് മൂവിൻ്റെ റിംഗ് ആണ്. നമ്മൾ 24 മണിക്കൂറിൽ എത്ര നീങ്ങുന്നുണ്ട്, എത്ര കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് എക്സസൈസിൻ്റെ റിംഗ് ആണ്. ഇത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്ത ടൈം എല്ലാ ദിവസവും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ, ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ എക്സസൈസിൻ്റെ റിംഗ് യൂസ്ഫുൾ ആണ്. മൂന്നാമത്തേത് സ്റ്റാൻഡിങ്ങിൻ്റെ റിംഗ് ആണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറക്കത്തിന് പോയി കഴിഞ്ഞാൽ ബാക്കി 16 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും മിനിമം 2 മിനിറ്റെങ്കിലും എണീറ്റ് നിൽക്കണം എന്നാണ്. അങ്ങനെ ഓരോ മണിക്കൂറിലും നമ്മൾ എണീറ്റ് നിൽക്കാനും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനും സ്റ്റാൻഡിങ് റിംഗ് ക്ലോസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ആദ്യത്തെ മൂവ് റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ എന്ന് പറയുന്നത് 350 കാലറീസ് ആയിരുന്നു. ഫസ്റ്റ് വീക്കിൽ ഞാനത് മാറ്റാൻ നിന്നിട്ടില്ല. പക്ഷേ എല്ലാ ദിവസവും ഞാൻ 350 കാലറീസിൽ കൂടുതൽ ബേൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് മൂവ് റിങ് ക്ലോസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ ഞാൻ മൂവ് റിങ്ങിൻ്റെ ഗോള് 400 കാലറീസ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത്, നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എത്ര ദൂരം നടക്കുന്നു, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ട്രാക്ക് ചെയ്ത് അതിൽ നിന്നും എത്ര കാലറീസ് ബേൺ ചെയ്യാം, ഇതെല്ലാം മൂവ് റിങ്ങിൻ്റെ ഗോളിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും നമ്മൾ മൂവ് റിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എക്സസൈസ് റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം ഇത്ര സമയം എക്സസൈസ് ചെയ്യാന്നുള്ളത്. ഇതും ഡിഫോൾട്ടായിട്ട് 30 മിനിറ്റ്സ് ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ പോലും ആപ്പിൾ വാച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മളെ റിമൈൻഡ് ചെയ്യും. എക്സസൈസിന് റിങ് കംപ്ലീറ്റ് ചെയ്യാൻ വെറും അരമണിക്കൂർ മതി എന്നുള്ള രീതിയിൽ പുഷ് ചെയ്ത് നമ്മളെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും എക്സസൈസ് റിങ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ ആപ്പിൾ വാച്ച് ശ്രമിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന എക്സസൈസിനനുസരിച്ചിട്ട് എത്ര കാലറീസ് ആണോ ബേൺ ചെയ്യുന്നത്, അതും മൂവ് റിങ്ങിൻ്റെ ഗോളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് എലിപ്റ്റിക്കൽ മെഷീനിലുള്ള വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിലും, പുറത്ത് നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും, ഔട്ട്ഡോർ റൺ ആണെങ്കിലും, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും, ഇത്തരത്തിലുള്ള ഏത് വർക്കൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്നും എത്ര കാലറീസ് ആണോ ബേൺ ചെയ്യാൻ സാധ്യതയുള്ളത് ആ നമ്പറും മൂവ് റിങ്ങിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള വർക്കൗട്ട്സിലും കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. നമ്മുടെ ഹാർട്ട് റേറ്റും ബ്ലഡിലുള്ള ഓക്സിജൻ്റെ ലെവലും ഹാർട്ട് റേറ്റിൻ്റെ പല സോണുകളൊക്കെ നോക്കിയിട്ടാണ് എത്ര കാലറീസ് നമ്മൾ ഓരോ മിനിറ്റിലും ബേൺ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാൽക്കുലേഷൻ ആപ്പിൾ വാച്ച് ചെയ്യുന്നത്. ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ 30 മിനിറ്റ്സ് എന്നുള്ളത് എനിക്ക് അധിക ദിവസം ആ റിങ് എക്സസൈസിൻ്റെ റിങ് ക്ലോസ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ബിഗിനേഴ്സിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ വേണമെങ്കിൽ എക്സസൈസിൻ്റെ റിങ് ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം ആദ്യത്തെ 2-3 മാസം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ റിങ്, അതായത് സ്റ്റാൻഡിങ് റിങ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളത്. ഡിഫോൾട്ടായി ഒരു ദിവസത്തിൽ 12 മണിക്കൂറിൽ ഓരോ മണിക്കൂറിൽ 2 മിനിറ്റെങ്കിലും എണീറ്റ് നിൽക്കണം എന്നാണ് റെക്കമെൻഡേഷനിൽ പറയുന്നത്. ഞാനത് 14 ആക്കി കൂട്ടി. പക്ഷേ അധിക ദിവസങ്ങളിലും എനിക്ക് 9-10 മണിക്കൂറേ അച്ചീവ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. 2 ദിവസം ഒഴിച്ച് എനിക്ക് ഇതുവരെ സ്റ്റാൻഡിങ്ങിൻ്റെ റിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓരോ മണിക്കൂറിലും നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് തന്നെ നമ്മളെ റിമൈൻഡ് ചെയ്യും. വാച്ച് വൈബ്രേറ്റ് ചെയ്യും, നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, എണീറ്റ് നിൽക്കാൻ നമ്മളെ മോട്ടിവേറ്റും ചെയ്യാറുണ്ട്. ഈ 3 റിങ്ങും ക്ലോസ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഗെയിം പോലെയാണ്. ഫിറ്റ്നസ്സിനെ ഒരു ഗെയിം ആക്കുന്നത് തന്നെയാണ് ആപ്പിൾ വാച്ചിൻ്റെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നവർക്കും ഫിറ്റ്നസ്സിൽ താല്പര്യം കാണിക്കുന്നവർക്കൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ 24 ഹവേഴ്സ് കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ പോലെയാണ് ആപ്പിൾ വാച്ച് ബിഹേവ് ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റ് പലതരത്തിലുള്ള നമ്പേഴ്സും ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സും ആപ്പിൾ വാച്ച് നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഹാർട്ട് റേറ്റും ഹാർട്ട് റേറ്റ് സോൺസും. എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 60ൻ്റെ താഴെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് റേറ്റ് 42-43 വരെ കുറയുന്നുണ്ടെന്നുള്ള കാര്യം ഈ വാച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ തരത്തിലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ മാക്സിമം ഹാർട്ട് റേറ്റ് എത്ര വരെ പോകുന്നു, ഓരോ ഹാർട്ട് റേറ്റിൻ്റെ സോൺസ് ഡിഫൈൻ ചെയ്യുന്നതും ഇത് ഓരോ വർക്കൗട്ടിനനുസരിച്ച് മാറുന്നതെല്ലാം ട്രാക്ക് ചെയ്യാൻ സാധിച്ചത്
ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ്. ഹാർട്ട് റേറ്റ് എന്താണെന്നും ഹാർട്ട് റേറ്റിൻ്റെ സോണുകൾ എന്തൊക്കെയാണെന്നും കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. നിങ്ങൾ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് സോൺ 1ലും സോൺ 2 കാർഡിയോ വർക്കൗട്ട്സിലാണ്. ആപ്പിൾ വാച്ച് യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചത് ഞാൻ 500 കാലറീസ് ഈസിലി ഓരോ ദിവസം ബേൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത്രയും എത്തുന്നില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ്. അധികം ആൾക്കാരും എക്സസൈസ് ചെയ്യുന്നവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന എക്സസൈസ് കൂടുതലാണ്, മോർ ദാൻ ഇനഫ് ആണെന്നാണ്. പക്ഷെ അതൊന്നും പോരാ എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത് ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും. ഉദാഹരണത്തിന് 30 മിനിറ്റ് എലിപ്റ്റിക്കൽ മെഷീനിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 200 കാലറീസേ ബേൺ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് ലോ അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള വർക്കൗട്ടിൻ്റെ കാര്യമാണ്. 30 മിനിറ്റ് ഔട്ട്ഡോർ റണ്ണിന് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 250 കാലറീസേ എനിക്ക് ഇതുവരെ ബേൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള നമ്പേഴ്സ് എൻ്റെ ബോഡീനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെല്ലാം ഇങ്ങനത്തെ ഒരു ഡിവൈസ് ഉപയോഗിച്ച് തുടങ്ങിയത് കൊണ്ട് മാത്രമാണ്. ഹാർട്ടിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ECGൻ്റെ ആപ്പും VO2 മാക്സും നമുക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ആപ്പിൾ വാച്ചിൽ മാത്രമുള്ള ഫീച്ചേഴ്സ് അല്ല, ഗാർമിൻ്റെ വാച്ചസിലും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. VO2 മാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. കഴിഞ്ഞ 3 ആഴ്ചയിൽ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തിട്ടുള്ള കാര്യം എൻ്റെ സ്ലീപ്പിനെ കുറിച്ചാണ്. ഞാൻ ഇതുവരെ വിചാരിച്ചത് എനിക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ സ്ലീപ്പിൻ്റെ ഡ്യൂറേഷൻ മാത്രമേ നോക്കാറുള്ളൂ. എല്ലാ ദിവസവും 7.5 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 8 മണിക്കൂർ ഉറക്കം എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ ആ സ്ലീപ്പിന് പല ഫേസസ് ഉണ്ട്. ഇതിൽ ഡീപ്പ് സ്ലീപ്പ് വരുന്നുണ്ട്, REM സ്ലീപ്പ് വരുന്നുണ്ട്, NREM സ്ലീപ്പ് വരുന്നുണ്ട്, കോർ സ്ലീപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസത്തിൻ്റെയും സ്ലീപ്പിൻ്റെ സ്റ്റേജസിനെ കുറിച്ചുള്ള ഡേറ്റ ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. REM സ്ലീപ്പിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതും ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയത്ത് ബ്രെയിനിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള അതേ തരത്തിലുള്ള ബ്രെയിൻ വേവ്സ് തന്നെയാണ് REM സ്ലീപ്പിൻ്റെ സമയത്തും ഉണ്ടാകുന്നത്. പക്ഷേ ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്ത് അങ്ങനെയല്ല. ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്താണ് നമ്മളുടെ ബോഡിയിലുള്ള റിപ്പയർ വർക്കുകളും ബ്രെയിനിനും ബോഡിക്കും അത്യാവശ്യം വേണ്ട റിക്കവറി എല്ലാം ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്താണ് നടക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയുടെ ഡേറ്റയിൽ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കിട്ടുന്ന ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് 10% താഴെ മാത്രമാണ്. അധികം ആൾക്കാർക്കും 13 മുതൽ 25% വരെയാണ് ഡീപ്പ് സ്ലീപ്പ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഡീപ്പ് സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആപ്പിൾ വാച്ചിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഫോൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഒരാൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി താഴെ വീണ് കഴിഞ്ഞാൽ നമ്മളുടെ എമർജൻസി കോൺടാക്റ്റിനെ അറിയിക്കാനും നമുക്ക് വേണ്ട ഹെൽപ്പ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്താനും ആപ്പിൾ വാച്ച് യൂസ്ഫുൾ ആണ്. ഈ ഒരു ഫീച്ചർ പ്രായം കൂടുതലുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത് കൂടാതെ ഒരാളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള മെട്രിക്സും നമുക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള വീഡിയോസും ഞാൻ പബ്ലിഷ് ചെയ്തായിരിക്കും. അത് മിസ്സാവാതെ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പർച്ചേസ് ചെയ്ത ആപ്പിൾ വാച്ചിൻ്റെ ആമസോണിൻ്റെ ബൈയിങ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഏത് ഫിറ്റ്നസ് ട്രാക്കറാണ് ഉപയോഗിക്കുന്നത്, ഏത് സ്മാർട്ട് വാച്ചാണ് ഉപയോഗിക്കുന്നത്, അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഫിറ്റ്നസിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.